വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വ്ളോഗാണ്, ഒരു നൈറ്റ് വ്ളോഗായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം കേട്ടോ. ബെഡൊന്നും ക്ലീൻ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ പുതപ്പൊക്കെ മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ കൊട്ടിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഞാൻ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഒരു സുഖമില്ലായിരുന്നു രാവിലെ മുതൽ. അപ്പം ഞാനിങ്ങനെ കാര്യമായിട്ട് ക്ലീൻ ആക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞാനൊന്ന് സെറ്റായപ്പോൾ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ബെഡൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഞാനിവിടെ ഒന്ന് റൂമൊക്കെ ഒന്ന് അടിച്ച് വരി റെഡിയാക്കാം കേട്ടോ. നിറച്ച് പൊടി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഒന്ന് അടിച്ച് വരി കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കുളിച്ച് വന്നിട്ട് ഇതേ മാറ്റുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതേ ഞാനൊരു ഓവർ സൈസ് ടീഷർട്ടും ഒരു ജീൻസുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ പുറത്ത് പോവാം കേട്ടോ. അഫിദ ഓരൊക്കെ കളിക്കുകയാണ്. ഇപ്പോൾ താഴത്ത് കുറേ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ അവിടെ കളിയാണ്. ഇപ്പോൾ ഒന്ന് വൈക്ക് നമ്മളൊരു ലെബനപ്പൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഒരു 1-2 സിപ്പ് എടുക്കുള്ളൂ. എനിക്കെന്തോ ആ ഒരു തൈരും മധുരവും ആ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടേസ്റ്റ് നോക്കിയിട്ട് അങ്ങ് വെക്കും. പിന്നെ നമ്മൾ ആദ്യം പോയത് മദീന മോൾക്കാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു. പിറ്റേ ദിവസം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആണ്. സോ അന്നൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു. അപ്പോൾ മദീന മോളിൽ നമുക്ക് കുറച്ച് പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ വാങ്ങിക്കാണ്ട്. ഒന്നാമത് വീക്കെൻഡാണ്, അതിൻ്റെ ഷോപ്പിങ്ങും കൂടെ ഉണ്ട്. പിന്നെ അത് ബീഫൊക്കെ ബീഫാട്ടോ കാണുന്നത്. ബീഫിൻ്റെ ലിവർ, കരള്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ നമ്മൾ മദീന മോളിൻ്റെ മുകളിലാട്ടോ ഈ ഡ്രസ്സിൻ്റെ സ്ഥലമുള്ളത്. അവിടെ നിന്ന് ഞാനൊരു ജീൻസിൻ്റെ പാൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ലോണം കിട്ടിയപ്പോൾ ഞാനെടുത്ത് അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ബില്ലാക്കിയിട്ട് നേരെ ഇറങ്ങി. പിന്നെ നേരെ വന്നിട്ടുള്ളത് ബസാർക്കാണ് കേട്ടോ. ബസാർ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടേക്ക് നേരെ നമ്മൾ വന്നത് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ്. ഡ്രസ്സ് നോക്കാണ്ടിരുന്നു. ആഫിക്കും റാഷീനൊക്കെ പാൻറ്റ് നോക്കാണ്ടിരുന്നു. കാര്യമായിട്ടാണ് വന്നേ ഇങ്ങോട്ട്. അപ്പം നമ്മൾ പിന്നെ പൊതുവേ അവർക്ക് നോക്കുമ്പോൾ നമുക്ക് നോക്കുമല്ലോ. അങ്ങനെ എനിക്ക് പറ്റി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാനൊന്നും എടുത്തില്ല കാര്യമായിട്ട്. ഞാൻ അവിടുന്ന് ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള, എനിക്കിഷ്ടമായി. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലാക്കി പോരുന്ന വൈക്കതേ ഒരു ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ നേരെ നമ്മുടെ ഫ്ലാറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അതെ, പിന്നെ ഇത് അഫിൻ്റെ പുതിയൊരു കൂട്ടുകാരി കേട്ടോ. അവളെ കണ്ടാൽ നമ്മൾ മിനിൻ്റെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അതേപോലെ ഉണ്ട് കാണാനും. ആ ഒരു കാട്ടിക്കൂട്ടിലൊക്കെ അതേപോലെ ഉണ്ട്. അങ്ങനെ ഓളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മച്ചി ഇവിടെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കട്ടെ, മുട്ട ബുർജിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. അങ്ങനെ ഓള് കളിയൊക്കെ കഴിഞ്ഞിട്ട് പോവാട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. ഇന്ന് ചോറും പറഞ്ഞല്ലോ മുട്ട ബുർജിയും പിന്നെ വൈതളങ്ങ ഉപ്പേരിയും പിന്നെ മീൻ പൊരിച്ചതുമാണ് കേട്ടോ. ഇതാ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നടന്നൊരു സംഭവമാട്ടോ. ഞാൻ വെറുതെ ഓളിങ്ങനെ എന്തോ ഞാൻ നിങ്ങളെ കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞു, ഉമ്മച്ചിനോട് ഇങ്ങനെ പറഞ്ഞെടുക്കുക, ഞാൻ നിങ്ങളെ കുട്ടിയെല്ലാം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങ് ഇട്ട് നോക്കി. ഞങ്ങൾക്ക് തോട്ടിൽ നിന്ന് കിട്ടിയതാണ്, ശരിക്കും ഞങ്ങളെ കുട്ടിയൊന്നുമല്ല, ഈ ഞങ്ങളാണ് ഉമ്മച്ചിൻ്റെ കുട്ടി, ഞങ്ങളെ അനിയത്തിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറ്റി കൊടുത്തിട്ട് പിന്നെ മോളെ കരച്ചിലും പിച്ചിലും ഭയങ്കര സീനായിരുന്നു. എനിക്ക് വേണ്ട ഫുഡിലൊക്കെ പറഞ്ഞ് അടിച്ചു പോയേ, ഞങ്ങളെ കുട്ടിയല്ലല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അയ്യോ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഒരു രസം. അപ്പോൾ അതൊക്കെയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എനിക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.